ഹൈദരാബാദിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 3 ദിവസത്തെ ഐറ്റിനറിയാണ് കേട്ടോ ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡേ 1 ആണ്. ഡേ 1ൽ നമ്മളിപ്പോൾ കാണാൻ വന്നിരിക്കുന്നത് ഗോൽക്കൊണ്ട ഫോർട്ടാണ് കേട്ടോ. കുത്തുബ് ഷാഹി രാജവംശത്തിൻ്റെ ഭരണകാലത്ത് 16-17 നൂറ്റാണ്ടിലാണ് ഈ കോട്ട നിർമ്മിച്ചത് കേട്ടോ. അതേസമയം കാക്കത്തീയന്മാർ എന്ന് പറഞ്ഞിട്ടുള്ള ഭരണാധികളാണ് ഇത് ആദ്യമായിട്ട് നിർമ്മിച്ചതെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു തറക്കല്ലിട്ടെന്നൊക്കെ പറയുമല്ലോ. അതിനുശേഷം ഇന്ന് കാണുന്ന രീതിയിലേക്ക് ആക്കിയത് കുത്തുബ് ഷാഹിയുടെ ഭരണകാലത്താണ്. നമ്മൾ ഈ ഫോർട്ടിലേക്ക് കയറാനായിട്ട് എൻട്രൻസ് ഫീസ് വന്നിട്ട് 25 രൂപയാണ് കേട്ടോ. അപ്പോൾ എൻട്രൻസ് ടിക്കറ്റ് ഒക്കെ എടുത്തതിന് ശേഷം ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ഈ മേലെ കാണുന്ന ഒരു ഡോട്ട് കണ്ടല്ലോ, അതിന് നേരെ താഴെ നിൽക്കുകയാണെങ്കിൽ അവിടെ ഒരുപാട് ആൾക്കാർ കയ്യൊക്കെ അടിക്കുന്നത് കാണാം. ഇവിടെ നിന്ന് താഴെ നിന്ന് കൈയടിച്ചാൽ ഈ ഫോർട്ടിൻ്റെ മേലെയുള്ള ഭാഗത്തേക്കുള്ള സൈനികർക്കൊക്കെ ഇവിടെ നിന്നുള്ള ശബ്ദം കേൾക്കായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അത് നമുക്ക് കൈയടിച്ച് നോക്കിയാൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് അവിടെ തന്നെ കേൾക്കാവുന്നതാണ്. അതുമാത്രമല്ല, കയ്യടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമുക്ക് ഒരു കയ്യടിക്കുകയാണെങ്കിൽ, ഒരു ക്ലാപ്പ് അടിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം രാജാവ് വരുന്നുണ്ടെന്നാണ് അതിൻ്റെ മീനിങ്. അതേപോലെ 2 ക്ലാപ്പ് അടിക്കുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് വെച്ചാൽ ഗസ്റ്റ് വരുന്നുണ്ടെന്നാണ്. അതേപോലെ തന്നെ 3 കൈയടിക്കുകയാണെങ്കിൽ ശത്രുക്കൾ വരുന്നുണ്ടെന്നാണ് അതിൻ്റെ ഒരു മീനിങ് ആയിട്ട് അവർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നത്. അതേപോലെ ഈ ഫോർട്ടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഹിനൂർ രത്നമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം ബ്രിട്ടീഷുകാർ കൊണ്ടുപോയി എന്നൊക്കെയാണ് ചരിത്രം. അപ്പോൾ ഒരുപാട് ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ ഫസ്റ്റത്തെ സ്ഥലം ഇതാണ്. പിന്നെ ഇവിടെ രാജാക്കന്മാരൊക്കെ താമസിച്ചിരുന്ന സ്ഥലങ്ങൾ അങ്ങനെയൊക്കെ കാണും. പിന്നെ നമുക്ക് വേണമെങ്കിൽ അവിടെ തന്നെ ഗേറ്റ്സൊക്കെ ഉണ്ട്. ഗേറ്റ്സിനെ വിളിക്കുകയാണെങ്കിൽ കറക്റ്റ് പ്രോപ്പറായിട്ട് കാണേണ്ട സ്ഥലങ്ങളൊക്കെ, അതായത് അവിടെ ഉണ്ടായിരുന്ന ചരിത്ര സംഭവങ്ങളൊക്കെ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ അടുത്ത സ്ഥലമായിട്ടുള്ള കുത്തുബ് ഷാഹി ടോംസിലേക്കാണ് കേട്ടോ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇവിടുത്തെ എൻട്രൻസ് ഫീസ് വന്നിട്ട് വലിയവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയാണ്. ക്യാമറയ്ക്ക് നിർബന്ധമായിട്ട് ഒരു 50 രൂപ മേടിക്കുന്നുണ്ട് കേട്ടോ. ഇത് നിർമ്മിച്ചത് കുത്തുബ് ഷാഹി രാജവംശമാണ് കേട്ടോ. 7 കുത്തുബ് ഷാഹി രാജാക്കന്മാരും അവരുടെ രാജവംശാംഗങ്ങളെയും ഇവിടെയാണ് കേട്ടോ ഖബറടക്കിയത്. ഗോൽക്കൊണ്ട ഫോർട്ടിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ആണ് ഇങ്ങോട്ട് വരാനായിട്ടുള്ളത് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഏകദേശം ഒരു 10-11 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നമുക്ക് സുധാ കാർ മ്യൂസിയം ഉള്ളത്. വിൻറ്റേജ് കാറിൻ്റെ ഒക്കെ ഒരു കളക്ഷനുള്ള ഒരു സ്ഥലമാണ്. 150 രൂപ അഡൾട്ട്സിനും 120 രൂപയും കിഡ്സിനാണ് വരുന്നത്. അതേപോലെ ക്യാമറയ്ക്കും നിർബന്ധമായിട്ട് 100 രൂപ അവർ മേടിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഞാനിത് എടുത്തു പറയാൻ കാരണം വെച്ചാൽ ചില സ്ഥലങ്ങളിൽ ക്യാമറ എന്ന് എഴുതി വെച്ചാലും അത് നോർമലി അത് ചെക്ക് ചെയ്യാറില്ല, ചോദിക്കാറില്ല. പക്ഷേ ഇവിടെയൊക്കെ നിർബന്ധമായിട്ട് എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ടിക്കറ്റ് എടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. 2010 കെ സുധാകർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയറാണ് കേട്ടോ ഇത് സ്ഥാപിച്ചത്. ക്യാമറ, പുസ്തകം, സോഫ, ഹാൻഡ് ബാഗ്, ഷൂ, ലിപ്സ്റ്റിക്ക് തുടങ്ങിയ പല ഷേപ്പിലും നമുക്കിവിടെ കാറുകളും ബൈക്കുകളൊക്കെ കാണാൻ പറ്റുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ ഒരുപാട് ഗിന്നസ് റെക്കോർഡ്സും ഈ ഒരു കാറിൻ്റെയും ബൈക്കിൻ്റെയൊക്കെ പേരിലുണ്ട് കേട്ടോ. ആദ്യം ടിക്കറ്റ് റേറ്റ് ഇത്തിരി കൂടുതലല്ലേ എന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ ഉള്ളിലൊക്കെ കയറി നോക്കിയപ്പോൾ ഓക്കെയാണ്. കുറേ ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അടുത്ത നമ്മളുടെ സ്പോട്ടാണ് ചൗമേല പാലസ്. സുധാ കാർ മ്യൂസിയത്തിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് അതുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ യാത്രയ്ക്ക് കൂടുതലും യൂസ് ചെയ്ത യൂബറാണ്. അത് ഇവൻ ടാക്സി ആണെങ്കിലും ഓട്ടോ ആണെങ്കിലും. ഉള്ളിലേക്ക് കയറി ചെന്നാൽ നമുക്ക് ഇങ്ങനത്തെ ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ വേണ്ടാന്ന് തോന്നിയെങ്കിലും പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഓർമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ട എന്ന് തോന്നിയിട്ട് നമ്മളും ഫോട്ടോസൊക്കെ എടുത്തു. ചൗമേല പാലസ് സ്ഥിതി ചെയ്യുന്നത് ഓൾഡ് ഹൈദരാബാദിലാണ് കേട്ടോ. അപ്പോൾ ഹൈദരാബാദ് ഭരിച്ചിരുന്ന രാജാക്കന്മാരെ വിളിച്ചിരുന്നത് നിസാമീസ് എന്നാണ്. അപ്പോൾ ഈ നിസാമീസിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള വസതിയാണ് ഈ ചൗമേല പാലസ്. അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ടും മെയിൻ സ്പോട്ടും, അതായത് ഹൈദരാബാദിൻ്റെ സിമ്പലും അതേപോലെ ലാൻഡ്മാർക്കായിട്ടുള്ള ചാർമിനാറിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ചൗമേല പാലസിന് ഏകദേശം ഒരു 1-1.5 കിലോമീറ്ററാണ് ഇവിടെ എത്താനായിട്ടുള്ളത്. ഇതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഏരിയ ആണ് ലാഡ് ബസാർ എന്ന് പറയും. അതും ഒരു ഐറ്റിനറിയിൽ വെക്കേണ്ട ഒരു സാധനമാണ്. അതിനുശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയി. പാരഡൈസ് എന്നായിരുന്നു ഹോട്ടലിൻ്റെ പേര്. തൊട്ടടുത്ത് തന്നെയാണ് ചാർമിനാറിൻ്റെ.
നല്ല ഹൈദരാബാദി ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്തോളൂ. അതിനുശേഷം നമുക്ക് വീണ്ടും ചാർമിനാറിൻ്റെ വിശേഷത്തിലേക്ക് തിരിച്ചു വരാം. നമുക്കിതിൻ്റെ അകത്തേക്കും പോകാൻ പറ്റും കേട്ടോ. 25 രൂപയാണ് നമുക്ക് ക്യാഷ് കൊടുത്ത് ഉള്ളിലേക്ക് പോകാനായിട്ട്. അതേപോലെ 20 രൂപയാണ് നമ്മൾ ഓൺലൈനിൽ പേ ചെയ്യുകയാണെങ്കിൽ കേട്ടോ. ഇതിൻ്റെ മേലേക്ക് ഏകദേശം 100 ചില്ലാൻ സ്റ്റെപ്സുകളുണ്ട്. അപ്പോൾ നടന്ന് തന്നെ വേണം പോകാനായിട്ട്, ലിഫ്റ്റ് സൗകര്യമില്ല. 1591 സുൽത്താൻ മുഹമ്മദ് കുത്തുബ് ഷാ ഇത് പണിയേൽപ്പിച്ചു കേട്ടോ. 56 മീറ്ററാണ് ഇതിൻ്റെ ടോട്ടൽ ഉയരം വരുന്നത് കേട്ടോ. ആ സമയത്ത് പടർന്ന് പിടിച്ചിട്ടുള്ള ഒരു രോഗമായിട്ടുള്ള പ്ലാഗ് വിട്ടകന്നതിൻ്റെ സ്മരണാർത്ഥമാണ് ഇത് പണിയേൽപ്പിച്ചതെന്നാണ് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ തൊട്ടടുത്തുള്ള ലാഡ് ബസാറിൽ നമുക്ക് പർച്ചേസ് ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇവിടെ കൂടുതലായിട്ടും വിൽക്കുന്നത് ഗ്ലാസ് ബാംഗിൾസ്, പെർഫ്യൂം, പേൾസ് ഒക്കെയാണ് ഹൈദരാബാദിൽ ഫേമസ് ആയിട്ടുള്ളത്. നമ്മൾ അടുത്ത സ്പോട്ടായിട്ട് ഐറ്റിനറിയിലുള്ളത് ചാർമിനാറിൻ്റെ തൊട്ടടുത്തുള്ള മക്ക മസ്ജിദാണ് കേട്ടോ. മക്കയിലെ പാറകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ കുറച്ച് ഭാഗം പണി കഴിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇതിനെ മക്ക മസ്ജിദ് എന്ന് വിളിക്കപ്പെടുന്നത്. മക്ക മസ്ജിദിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ മിലൻ ജ്യൂസ് സെൻറ്ററിൽ നിന്ന് മൽബറി മലായി ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അടുത്തതായി നമ്മുടെ ലാസ്റ്റ് സ്പോട്ടായിട്ടുള്ളത് സലാർ ജംഗ് മ്യൂസിയം ആണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 2.5 കിലോമീറ്റർ ദൂരമുണ്ട്. ഒന്നില്ലെങ്കിൽ ചാർമിനാർ എത്തുന്നതിന് മുമ്പ് സലാർ ജംഗ് മ്യൂസിയം കഴിഞ്ഞിട്ട് ചാർമിനാറിലോട്ടും വരാം, ചാർമിനാർ കഴിഞ്ഞിട്ടും പോവാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ഈ സ്ഥലം സ്കിപ്പ് ചെയ്തു, കാരണം മ്യൂസിയംസ് ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ കുറച്ചൊക്കെ വിസിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അത് ഓരോരുത്തരുടെ താല്പര്യമാണ് വിസിറ്റ് ചെയ്യണോ വേണ്ടതെന്ന്. ഇപ്പോൾ ഇവിടുത്തെ എൻട്രൻസ് ഫീസ് വന്നിട്ട് 20 രൂപ ചിൽഡ്രൻ, അതേപോലെ 50 രൂപ അഡൽസിനാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ഡേയിലെ ഐറ്റിനറി ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നേരത്തെ ഇറങ്ങിയാലാണ് ഇതൊക്കെ കണ്ടു കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യുക. അപ്പോൾ നമ്മളുടെ രണ്ടാമത്തെ ദിവസം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത ദിവസത്തെ നമുക്ക് ഫസ്റ്റ് സ്പോട്ടാണ് ലുംബിനി പാർക്ക്. അഡൽസിന് 20ഉം കുട്ടികൾക്ക് 10 രൂപയാണ് ചാർജ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ വൈകിട്ട് ഒരു ലേസർ ഷോ ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണാം. ഹുസൈൻ സാഗർ ലേക്ക് എന്ന് പറഞ്ഞ ലേക്കിൻ്റെ അടുത്താണ് ഈ ഒരു പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ 100 രൂപ എടുക്കുകയാണെങ്കിൽ ഈ കാണുന്ന ബുദ്ധ സ്റ്റാച്യു വേണമെങ്കിൽ കാണാൻ പോകാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ നമുക്ക് ബോട്ടിന് 100 രൂപ ടിക്കറ്റ് ഒരാൾക്ക് എടുക്കേണ്ടതാണ്. അത് എനിക്കൊരു വർത്തായിട്ട് തോന്നിയില്ല. അതേപോലെ ഈവനിങ്ങിൽ ലേസർ ഷോ ഉണ്ട്. ഒരാൾക്ക് 80 രൂപയാണ് ചാർജ്. ജസ്റ്റ് നോർമലാണ് എന്ന് വേണമെങ്കിൽ പറയാം, ഓരോരുത്തർ ഇഷ്ടമാണ്. അത് വൈകിട്ട് ഈവനിങ് ടൈമിലാണ്. അതിന് വേണമെങ്കിൽ രണ്ടാമത് നിങ്ങൾ വരേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുമ്പോൾ ഇത് ലാസ്റ്റ് സ്പോട്ടായിട്ട് എടുക്കേണ്ടതായിട്ട് വരും. അടുത്ത് വന്നിട്ട് ലുംബിനി പാർക്കിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ തെലുങ്കാന സെക്രട്ടേറിയറ്റ് ആണ് കേട്ടോ. അടുത്ത് വന്നിട്ട് NTR ഗാർഡൻസ് ആണ്. ഇതും ഒരു പാർക്ക് തന്നെയാണ്, ജസ്റ്റ് നോർമലാണെന്ന് പറയാം. അടുത്ത നമുക്ക് സെക്കൻഡ് ഡേയിലെ ലാസ്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ് ബിർള മന്ദിറാണ്. ഹൈദരാബാദിൽ ഭയങ്കര പ്രശസ്തമായിട്ടുള്ള ടെമ്പിളാണ്. വൈറ്റ് മാർബിളിലാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ ടെമ്പിൾ. അപ്പോൾ നമ്മളുടെ മൂന്നാമത്തെ ദിവസം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. രാമോജി റാവു ഫിലിം സിറ്റിയിലേക്കാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ ഇവിടെ ഫുൾ ഡേ നമുക്ക് ചിലവഴിക്കാനുണ്ട്. രാവിലെ 9 മണി മുതൽ 5:30 വരെയാണ് ഇതിൻ്റെ ടൈമിങ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് പറയുകയാണെങ്കിൽ 1-2 പാക്കേജസ് ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒന്ന് ആഡ് ചെയ്ത് പറഞ്ഞോട്ടെ, ഇതിൽ ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ ഹൈറ്റ് മെഷർ ചെയ്യാനുള്ള ഒരു ഇതോടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ 54 ഇഞ്ചിന് താഴെ ഉള്ളവർക്കാണ് കിഡ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഇളവ് കിട്ടുള്ളൂ കേട്ടോ. ടിക്കറ്റ് വിവരങ്ങൾ പറയാം. ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബസ് നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഈ ബസ് നമ്മളെ ഒരു യുറേക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് ഫസ്റ്റായിട്ട് നമ്മളെ ഡ്രോപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ യുറേക്ക എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് നമുക്ക് വീണ്ടും 3-4 ബസ്സുകൾ പിടിച്ചുകൊണ്ട് ആ ഒരു ഏരിയയിൽ ഓരോ ഏരിയയിലേക്കും നമ്മൾക്ക് കാണാനായിട്ട് പോകേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു സെൻട്രൽ പോർഷനായിട്ട് വരുന്ന യുറേക്കയിലാണ്, അവിടെയാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊരു ഗൈഡ് ഉണ്ടായിരിക്കും, അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതാണ് എങ്ങനെയൊക്കെ പോകേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. Year 2005 for the largest film studio complex in the world, that is 1666 acres, and presently it is 2000 acres. And next right side forward again, Delhi's Mughal Garden. One garden with 2 different projections. From outside it is Delhi's Mughal Garden, and from inside it is Mysore Vrindavan Garden. And you can see this location and duet songs. And you can see this location in Bollywood movie Dirty Picture. Oh la la, oh la la. And Telugu movie July, Oh Madhu song, and also Malayalam movie Darling Darling. It's famous for corporate events and award ceremonies. And you can see this location in Bollywood movie Rockstar. And इनके ऊपर Rockstar movie है ना, वो नादान परिंदे का राजा song उसी स्टेज पे शूट किया गया था. And you can see this location in Bollywood movie Ayya. ड्रीम ऑन वी का कम गाने में देख सकते हैं. And also Telugu movie Bimbisara, recent movie Bimbisara ఒక song ఇక్కడే షూట్ చేశారు. And also Malayalam movie Kunjari Marakar.
Next, right side forward again, multi-purpose building. One building with 4 different projections. एक ही building 4 different elevation के साथ. Yes, left से देखिए white कलर structure होले हो जाएगा प्यार रब जबाना जोड़ी गुरुद्वारा. And next right side forward again, blue color structure. Recent movie, Bollywood movie, Alia Bhatt का Gangubai Kathiawadi. It is location in famous Malayalam movie Chinatown. And next left forward again, NTR sir garage in RRR movie. RRR movie NTR sir का garage था. And next left forward, left handed. This is our North Indian market location. Right side shops again. Telugu movie Srimanthadu season location. अभी हम जा रहे हैं South Indian market location. And you can see this location in Bollywood movie Bade Miyan Chote Miyan, Chennai Express chasing scene, Salar movie, Viraj scene, Telugu movie Yogi, Operation Duryodhana. ഞാൻ ഫുള്ളായിട്ട് കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇവിടെ നമുക്ക് മെയിനായിട്ട് കാണാനുള്ളതെന്ന് വെച്ചാൽ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങൾ, അതേപോലെ ഒരുപാട് ഷോസുകളൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ നമുക്ക് ബാഹുബലി പോലുള്ള വലിയ സിനിമയൊക്കെ പിടിച്ച സ്ഥലം ഉണ്ട്. CID മൂസ, ചൈന ടൗൺ, ഉദയനാണ് താരം പോലെയുള്ള സിനിമകൾ മലയാളത്തിൽ ഒരുപാട് ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഒരു ഷോയുടെ ഒരു എക്സാമ്പിൾ നമുക്ക് കാണാം. ഇതേപോലെയുള്ള ഷോസൊക്കെ ഉണ്ട്. ഇപ്പം നമ്മളുള്ളത് ബാഹുബലി സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലത്താണ് കേട്ടോ. ഇപ്പോൾ നമ്മളുള്ളത് യൂറോപ്യൻ സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രീറ്റിലാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ മൊത്തമായിട്ടൊരു കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ഹൈദരാബാദ് സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 45 കിലോമീറ്ററോളം ദൂരമുണ്ട് നമുക്ക് ഫിലിം സിറ്റിയിൽ എത്താനായിട്ട്. ഇപ്പോൾ നമ്മളിത് കണ്ട ഒരു എയർപോർട്ട് പോലത്തെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറുന്ന പോലെയും ഒരു ഡയറക്റ്റ് കണ്ട ഒരു ഫ്ലൈറ്റിൻ്റെ ഉള്ളിലുള്ള പോലെ എങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതേപോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് അനുസരിച്ചിട്ട് കാണുന്നത് അങ്ങനെ പറഞ്ഞു പോകാൻ കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു മാപ്പ് നമ്മളുടെ കയ്യിൽ തരും, അതിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്ത് പോകാവുന്നതാണ് കേട്ടോ. അപ്പോൾ ബാക്ക് ടു നമ്മുടെ ഡീറ്റെയിൽസിലേക്ക് വരാം. പെട്ടെന്ന് പറഞ്ഞു പോകാം. നമുക്ക് ഹൈദരാബാദ് സിറ്റിയിൽ നിന്ന് ഏകദേശം ടൗണിൽ നിന്ന് ഏകദേശം ഇവിടേക്ക് എത്താനായിട്ട് ഏകദേശം 45-47 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഡിപ്പെൻസ് നമ്മൾ എവിടെയാണ് താമസിക്കുന്നത് വെച്ചാൽ. നമുക്ക് ഇതിൽ 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന് ബസ്സിൽ വരാം, അല്ലെങ്കിൽ ടാക്സി വിളിച്ച് വരേണ്ടി വരും. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ മെട്രോ ഏകദേശം അടുത്ത് വരെ എത്തുന്നുണ്ട്. ഏകദേശം ഒരു 18 കിലോമീറ്റർ വരെ അടുത്ത് എത്താൻ പറ്റുന്നുണ്ട്. അവിടുന്ന് ടാക്സി വിളിച്ചാലും കുഴപ്പമില്ല. ലാസ്റ്റ് സ്റ്റേഷൻ്റെ പേരാണ് LB നഗർ എന്നാണ് മെട്രോ സ്റ്റേഷൻ്റെ പേര്. യൂബർ ടാക്സിയിലാണ് വരുന്നത് വെച്ചാൽ ഒരു ആവറേജ് 1000 രൂപയോളം വരും. ഡിപ്പെൻസ് ആണ്, ഏത് ടൈമിനനുസരിച്ച് അങ്ങോട്ടും മാറാനായിട്ട് സാധ്യതയുണ്ട്. പീക്ക് ടൈം ആണെങ്കിൽ ഒബ്വിയസ്ലി കുറച്ച് കൂടുതലുണ്ടാവാം. പണ്ടത്തെ രാമായണ പോലത്തുള്ള സീരിയലൊക്കെ ഷൂട്ട് ചെയ്ത കൂടെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സെറ്റാണ് നിങ്ങൾ ഈ കാണുന്നത്. എൻട്രൻസ് ടിക്കറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 2 ടൈപ്പിലുള്ള ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്. ഒന്ന് രാമോജി സ്റ്റുഡിയോ ടൂറും, അതുപോലെ രാമോജി ഫെസ്റ്റീവ് സ്റ്റുഡിയോ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റത്തെ ആണ് നമുക്ക് നോൺ AC ആയിട്ടുള്ള ബസ്സിലാണ് നമുക്ക് പോവുക. 1450 പ്ലസ് GST അഡൽട്സിന്, അതേപോലെ 1250 പ്ലസ് GST ഫോർ ചിൽഡ്രൻ ആണ് വരുന്നത് കേട്ടോ. രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ളതിൽ AC ബസ്സായിരിക്കും, അതേപോലെ ഫുഡ് ഇൻക്ലൂഡ്, അതായത് ലഞ്ച് ഇൻക്ലൂഡ് ആയിരിക്കും. അതിന് 2,999, അതായത് 3000 റുപ്പീസും അഡൽസിനും, അതേപോലെ 2799 ഫോർ ചിൽഡ്രൻ ആണ് വരുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ AC ബസ്സിൻ്റെ ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി കയറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബസ്സിൽ അധികം സമയം നമുക്ക് ഡയറക്റ്റ് ഇരിക്കേണ്ടി വരുന്നില്ല. മാത്രമല്ല ഫുഡ് നമുക്ക് എക്സ്ട്രാ മേടിച്ചാലും ഒരു 250 റുപ്പീസ് ഒരാൾക്ക് നമുക്ക് ഏകദേശം കരുതേണ്ടതാണ്. അപ്പോൾ രാമോജി സ്റ്റുഡിയോ ടൂർ എന്ന് പറഞ്ഞുള്ള ഓപ്ഷനാണ് നോർമലി വെർത്ത് എന്ന് പറയാം. വേറൊരു കാര്യം നോട്ട് ചെയ്യേണ്ടത് വെച്ചാൽ ഇത് മന്ത്സിനനുസരിച്ച് ചില മന്തുകളാകുമ്പോൾ റേറ്റ് മാറുന്നുണ്ട്. അപ്പോൾ എപ്പോഴും അവരുടെ സൈറ്റിൽ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് ബിഫോർ ഗോയിങ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ഇതേപോലത്തെ വിൻറ്റേജ് ബസ്സിലാണ് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുക കേട്ടോ. അതേപോലെ തന്നെ ബസ്സുകൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ പിന്നിക്ക് പിന്നാലെ നമുക്ക് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരു സ്ഥലത്ത് ഇത്ര സമയം നിൽക്കണമെന്നൊന്നുമില്ല. നമ്മളുടെ ഇഷ്ടത്തിന് എക്സ്ട്രാ നിന്നാലും ബസ്സുകൾ ബാക്കിൽ വരും. ഞാൻ തിരിച്ചു പോകുന്ന ഒരു സ്ലീപ്പർ ബസ്സാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കൂടി അവസാനം ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഏകദേശം 2000 രൂപയായി ഹൈദരാബാദ് ടു നമുക്ക് തൃശ്ശൂരാണ് ഞാൻ പോയത്. കല്ലാട ബസ്സിലായിരുന്നു പോയിരുന്നത്. നല്ല യാത്രയായിരുന്നു. ട്രെയിനിൽ ടിക്കറ്റ് എനിക്ക് ആ സമയത്ത് ബുക്കിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ബുക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോയതാണ്. പക്ഷെ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. redbus.in ചെക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല ബെസ്റ്റ് ഡീൽ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ കല്ലടയിലാണ് ഞാൻ പോയത്. അപ്പോൾ അതിൻ്റെ ഡയറക്റ്റ് നമ്പറും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇൻ കേസ് ആർക്കെങ്കിലും ഉപകാരമാണെങ്കിൽ. ഫിലിം സിറ്റിയിലേക്ക് നമുക്ക് പോകുമ്പോൾ സാറ്റർഡേ ആൻഡ് സൺഡേ പരമാവധി ഒഴിവാക്കാനായിട്ട് നോക്കുക. കാരണം ആ ദിവസങ്ങൾ ഭയങ്കര റഷായിരിക്കും. ഓരോ ഷോ കാണാനൊക്കെ ആയിട്ട് നമുക്ക് ക്യൂ നിൽക്കേണ്ടതായിട്ട് വരും കൂടുതൽ.
അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും യാത്രയൊക്കെ ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.